കോഴിക്കോട്ടും പരാതി വരുന്നു. കോഴിക്കോട് ജില്ലയിൽ ജനശ്രീ മിഷൻ വഴിയും പാതിവില തട്ടിപ്പ് നടന്നു എന്നാണ് പരാതി. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അലി കൂട്ടുമാവുള്ളതിനെതിരെയാണ് പരാതി. 64,000 രൂപ ജനശ്രീ ചെയർമാൻ വാങ്ങി എന്നാണ് ബാലുശ്ശേരി സ്വദേശിനിയുടെ പരാതി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എന്താണ് ഈ പരാതി? രാഹുൽ, ടി കെ, പാതിവില തട്ടിപ്പിൽ കൂടുതൽ രാഷ്ട്രീയ സംഘടനകളും നേതാക്കളും ഉൾപ്പെട്ടു എന്നതിന്റെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ ജനശ്രീ മിഷൻ വഴി തട്ടിപ്പ് നടന്നു എന്ന് കാണിച്ചാണ് ബാലുശ്ശേരി സ്വദേശിനി ഇപ്പോൾ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള മുഹമ്മദ് അലി കൂട്ടുമാവുള്ളതിൽ തന്റെ കയ്യിൽ നിന്നും 64,000 രൂപ വാങ്ങി പാതിവിലയിൽ ആക്റ്റീവ സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 17-ന് ഈ പണം വാങ്ങിയത്. പക്ഷേ 4 മാസത്തിനുള്ളിൽ ഈ വാഹനം നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും വാഹനം നൽകിയിട്ടില്ല. പണം തിരികെ ചോദിക്കുമ്പോൾ ആ പണം നൽകാതെ ഒളിച്ചു കളിക്കുകയാണെന്നും ഈ പരാതിയിൽ പറയുന്നു. തന്നെ പോലെ നിരവധി ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവർ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ തനിക്ക് ഈ പണം തിരികെ നൽകണം, അതിൽ പോലീസിന്റെ നടപടി വേണമെന്ന് കാണിച്ചുകൊണ്ടാണ് ബാലുശ്ശേരി സ്വദേശിനി ഇപ്പോൾ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം ഈ പരാതിയിൽ കേസെടുക്കുമെന്നാണ് ബാലുശ്ശേരി പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതേസമയം മുഹമ്മദ് അലിയുടെ പ്രതികരണവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ജനശ്രീ മിഷൻ വഴി താൻ ഇതുവരെയും ഒരു തട്ടിപ്പും നടത്തിയിട്ടില്ല. താൻ വ്യക്തിപരമായി കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നു. അത് കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന സംഘടനയ്ക്കാണ് നൽകിയിട്ടുള്ളത്. ആ സംഘടനയുമായി ബന്ധപ്പെടുമ്പോൾ ആ സംഘടനയും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായതായി പറയുന്നു. ഉടൻ തന്നെ ഈ പണം തിരികെ നൽകാനുള്ള നടപടികൾ തന്റെ ഭാഗത്തുനിന്നും ഈ കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും മുഹമ്മദ് അലി പറയുന്നുണ്ട്. ടി കെ, ശരി. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. കോഴിക്കോട് ജില്ലയിലെ ജനശ്രീ മിഷൻ വഴിയും പാതിവില തട്ടിപ്പ് നടന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ബാലുശ്ശേരി സ്വദേശിനി ഉയർത്തിയിരിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷ് പങ്കുവച്ചത്.